ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോഷ്യോ ഫ്രണ്ട്ലി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എക്കോണമി പോളിറ്റി സൊസൈറ്റി എന്ന പേപ്പറിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പാർട്ട് 1. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. വിതരണം: ഉൽപ്പാദകരിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് ചരക്കുകളും സേവനങ്ങളും എത്തിക്കുന്ന പ്രക്രിയയാണ് വിതരണം എന്ന് പറയുന്നത്. ഉൽപ്പാദനം മുതൽ ആ ഒരു പ്രൊഡക്റ്റ് അത് സെയിൽ ചെയ്യുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ ഒരു വിതരണത്തിൽ ഉൾപ്പെടുന്നു. ഗതാഗതം, സംഭരണം, വിൽപ്പന തുടങ്ങിയ വിതരണ പ്രക്രിയയിൽ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയം, പരസ്യം ചെയ്യൽ, പ്രമോഷൻ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സോഷ്യോളജിയിൽ വിതരണം എന്ന ആശയം സൂചിപ്പിക്കുന്നത് സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചരക്കുകളും സേവനങ്ങളും വിഭവങ്ങളും എത്തിക്കുന്ന പ്രക്രിയയാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിലെ ഫസ്റ്റ് പോയിന്റ്, ഡിസ്ട്രിബ്യൂഷൻ ഷേപ്പ് സോഷ്യൽ ഇൻഇക്വാളിറ്റി. ഒരു സമൂഹത്തിൽ ചരക്കുകളും സേവനങ്ങളും വിഭവങ്ങളും വ്യത്യസ്ത രീതിയിൽ വിതരണം ചെയ്യുന്നത് സാമൂഹ്യ അസമത്വത്തിന് കാരണമാകുന്നു. രണ്ടാമത്തേത്, വിതരണം സാംസ്കാരിക മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ്. വ്യക്തിത്വത്തെ വിലമതിക്കുന്ന സമൂഹവും കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം നൽകുന്ന സമൂഹവുമുണ്ട്. ഇവർ വ്യത്യസ്ത സാംസ്കാരിക മൂല്യങ്ങളെ വിശ്വസിക്കുന്നവരായിരിക്കും. അതായത് കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം നൽകുന്ന സമൂഹം പങ്കിട്ട ഉത്തരവാദിത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധനങ്ങളുടെ വിതരണത്തിന് മുൻഗണന നൽകുന്നു. കൂട്ടായ ഉത്തരവാദിത്തത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്ന ഒരു സാംസ്കാരിക മാനദണ്ഡത്തെ അത് പ്രതിഫലിപ്പിക്കുന്നു. അടുത്തത്, സാമൂഹ്യ ഐക്യത്തെ ബാധിക്കുന്നു. വിഭവങ്ങളുടെ തുല്യമല്ലാത്ത വിതരണം സമൂഹത്തിൽ അസമത്വം സൃഷ്ടിക്കുന്നു. നമുക്കിനി തിയറീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. മാർക്സിസം, സ്ട്രക്ചറൽ ഫങ്ഷണലിസം, സിംബോളിക് ഇൻട്രാഷണലിസം, ഫെമിനിസ്റ്റ് തിയറി, കോൺഫ്ലിക്റ്റ് തിയറി, പോസ്റ്റ് മോഡേണിസം. ഡിസ്ട്രിബ്യൂഷൻ്റെ ഈ 6 തിയറീസും നമുക്ക് വളരെ ഡീപ്പായിട്ട് തന്നെ പഠിക്കാനുണ്ട്. മാർക്സിസം എന്ന തിയറിയിൽ പറയുന്നത് സമൂഹത്തിലെ അസമത്വത്തെക്കുറിച്ചാണ്. ഒരു സമൂഹത്തിനുള്ളിൽ ചരക്കുകളും വിഭവങ്ങളും വിതരണം ചെയ്യുന്ന രീതി രൂപപ്പെടുന്നത് ഉൽപ്പാദനോപാധികളെ നിയന്ത്രിക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള സാമൂഹ്യ ബന്ധങ്ങളാൽ ആണ്. അതായത് മുതലാളിത്ത സമൂഹത്തിലാണെങ്കിൽ മുതലാളി വർഗവും തൊഴിലാളി വർഗവും. മുതലാളിത്ത വർഗം തൊഴിലാളി വർഗത്തിൽ നിന്ന് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂല്യത്തേക്കാൾ കുറഞ്ഞ വേതനമാണ് നൽകുന്നത്. ഇതിൽ നിന്ന് ബാക്കി വരുന്ന മിച്ച മൂല്യം വേർതിരിച്ചെടുത്ത് മുതലാളിമാർ ലാഭമുണ്ടാക്കുന്നു. ഈ ഒരു മിച്ച മൂല്യം ചിലപ്പോൾ നമുക്ക് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സർപ്ലസ് വാല്യൂ എന്നതിന് പറയുന്നത് കേട്ടോ. അതായത് മിച്ചമൂല്യം അഥവാ സർപ്ലസ് വാല്യൂ എന്നത് ഒരു ഉൽപ്പന്നത്തിൻ്റെ വിൽപ്പനയിലൂടെ സമാഹരിക്കുന്ന തുകയും അത് നിർമ്മിക്കാൻ ചിലവാകുന്ന തുകയും തമ്മിലുള്ള വ്യത്യാസമാണ്. ആദ്യം ഈ ഒരു പദം ഉപയോഗിച്ചത് വില്യം തോംസൺ ആണ്. ഈ ആശയം പിന്നീട് കാൾ മാർക്സ് വികസിപ്പിക്കുകയും ജനപ്രിയമാക്കുകയും ചെയ്തു. സമൂഹത്തിലെ വിഭവങ്ങളുടെ കൂടുതൽ നീതിയുക്തമായ വിതരണം കൈവരിക്കാനുള്ള ഏക മാർഗമെന്നത് കൂട്ടായ ഉടമസ്ഥതയും നിയന്ത്രണവുമാണ് എന്ന് മാർക്സിസ്റ്റ് വക്താക്കൾ മുന്നോട്ട് വയ്ക്കുന്നു. അടുത്ത തിയറിയാണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം. ഇതനുസരിച്ച് സമൂഹത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്നാണ് വിതരണം. സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ വിഭവങ്ങൾ, ചരക്കുകൾ, സേവനങ്ങൾ എന്നിവയുടെ വിതരണത്തെ ഇത് സൂചിപ്പിക്കുന്നു. നന്നായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിന് എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. വിഭവങ്ങൾ ന്യായമായും കാര്യക്ഷമമായും വിതരണം ചെയ്യപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നതിൽ വിപണികൾ, ഗവൺമെൻറ്റുകൾ, സാമൂഹ്യക്ഷേമ പരിപാടികൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഒരു പങ്കുവഹിക്കുന്നു. ഈ ഒരു വീക്ഷണം സാമൂഹിക ക്രമവും സ്ഥിരതയും നിലനിർത്തുന്നതിൽ സാമൂഹ്യ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. മൂന്നാമത്തെ തിയറിയാണ് സിംബോളിക് ഇൻട്രാഷണലിസം. വ്യക്തിപെരുമാറ്റവും സാമൂഹിക ഘടനയും രൂപപ്പെടുത്തുന്നതിൽ ചിഹ്നങ്ങളുടെയും ഇടപെടലുകളുടെയും പ്രാധാന്യം ഊന്നിപ്പറയുന്ന ഒരു സാമൂഹ്യശാസ്ത്ര വീക്ഷണമാണ് സിംബോളിക് ഇൻട്രാഷണലിസം. വിലപേശൽ, ചർച്ചകൾ, പ്രേരണ എന്നിവ പോലെയുള്ള സാമൂഹിക ഇടപെടലുകളിലൂടെ വ്യക്തികൾ ചരക്കുകളിലേക്കും വിഭവങ്ങളിലേക്കും പ്രവേശനം നടത്തുന്നുവെന്ന് പ്രതീകാത്മക ഇടപെടലുകൾ വാദിക്കുന്നു. ഉദാഹരണത്തിന്, ചില സംസ്കാരങ്ങളിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ വിലപേശൽ ഉചിതമാണെന്ന് കണക്കാക്കാം. മറ്റ് സംസ്കാരങ്ങളിൽ സ്ഥിരമായ വിലയാണ് മാനദണ്ഡം. അതുപോലെ ചില സമൂഹങ്ങളിൽ വ്യക്തികൾക്ക് അവരുടെ കഴിവുകളും നേട്ടങ്ങളും അടിസ്ഥാനമാക്കി പ്രതിഫലം ലഭിക്കുന്നു. മറ്റു സമൂഹങ്ങളിൽ സാമൂഹിക നില അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളെ അടിസ്ഥാനമാക്കി വിഭവങ്ങൾ വിതരണം ചെയ്യാം. ചരക്കുകളിലേക്കും വിഭവങ്ങളിലേക്കുമുള്ള പ്രവേശനം ചർച്ച ചെയ്യുന്നതിനായി വ്യക്തികൾ പണം പോലെയുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് ഇവർ പറയുന്നു. പണം എന്നത് മൂല്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതീകമാണ്. അത് ചരക്കുകളും സേവനങ്ങളും കൈമാറാൻ ഉപയോഗിക്കുന്നു. സിംബോളിക് ഇൻട്രാഷണലിസം എന്നത് ഒരു സൈദ്ധാന്തിക വീക്ഷണമാണ്.
വ്യക്തിഗത പെരുമാറ്റവും സാമൂഹിക ഘടനയും രൂപപ്പെടുന്നതിൽ സാമൂഹിക ഇടപെടലുകളുടെ ചിഹ്നങ്ങളുടെയും പ്രാധാന്യം ഊന്നിപ്പറയുന്നു. വിതരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വ്യക്തികൾ ചരക്കുകളിലേക്കും വിഭവങ്ങളിലേക്കും എങ്ങനെ പ്രവേശനം നടത്തുന്നു, സാംസ്കാരികവും സാമൂഹികവുമായ മാനദണ്ഡങ്ങൾ ഈ ചർച്ചകൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നതിൽ സിംബോളിക് ഇൻട്രാഷണലിസം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അടുത്ത തിയറിയാണ് കോൺഫ്ലിക്റ്റ് തിയറി. സാമൂഹിക ബന്ധങ്ങളും അസമത്വങ്ങളും രൂപപ്പെടുത്തുന്നതിൽ അധികാരത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും പങ്ക് ഊന്നിപ്പറയുന്ന ഒരു സാമൂഹിക വീക്ഷണമാണ് വൈരുദ്ധ്യ സിദ്ധാന്തം. ഈ ഒരു സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് സമൂഹം യോജിപ്പുള്ളതല്ല, മറിച്ച് സാമൂഹിക വിഭാഗങ്ങൾ, വംശീയ ഗ്രൂപ്പുകൾ പോലുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷവും മത്സരവുമാണ് എന്നാണ്. വിതരണത്തെ രൂപപ്പെടുത്തുന്നതിൽ മുതലാളിത്തം പോലുള്ള സാമ്പത്തിക വ്യവസ്ഥയുടെ പങ്ക് വൈരുദ്ധ്യ സിദ്ധാന്തക്കാർ വിശകലനം ചെയ്യുന്നുണ്ട്. വിതരണ അസമത്വത്തിന് രാഷ്ട്രീയവും നിയമപരവുമായ സംവിധാനങ്ങൾ എങ്ങനെ സംഭാവന ചെയ്യുന്നുവെന്നും വൈരുദ്ധ്യ സിദ്ധാന്തക്കാർ വിശകലനം ചെയ്യുന്നു. പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ രാഷ്ട്രീയ വരേണ്യവർഗം ചൂഷണം ചെയ്യുന്നു എന്നും വിഭവങ്ങളിലേക്കും അവസരങ്ങളിലേക്കുമുള്ള അവരുടെ പ്രവേശനം പരിമിതപ്പെടുത്താൻ ഈ അധികാരം ഉപയോഗിക്കാൻ കഴിയുമെന്നും അവർ വാദിക്കുന്നു. അടുത്ത തിയറിയാണ് പോസ്റ്റ് മോഡേണിസം. ആധുനികവാദ ചിന്തയുടെ പല അനുമാനങ്ങളെയും വെല്ലുവിളിച്ച് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പകുതിയിൽ ഉയർന്നു വന്ന സൈദ്ധാന്തിക വീക്ഷണമാണ് പോസ്റ്റ് മോഡേണിസം. ഇതിൻ്റെ പ്രധാന തത്വങ്ങളിലൊന്ന് വസ്തുനിഷ്ഠമായ സത്യത്തെക്കുറിച്ചുള്ള ആശയം നിരസിക്കുക എന്നതാണ്. പകരം ഒന്നിലധികം വീക്ഷണങ്ങളുടെയും ആത്മനിഷ്ഠമായ അനുഭവങ്ങളുടെയും പ്രാധാന്യം ഊന്നിപ്പറയുന്നു. വിതരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളും വ്യക്തികളും വിതരണത്തെ എങ്ങനെ മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു, ഈ അനുഭവങ്ങൾ സാംസ്കാരികവും സാമൂഹികവുമായ ഘടകങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നതിൽ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ വക്താക്കൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അടുത്ത് നമ്മൾ നോക്കുന്നത് പൊളിറ്റിക്കൽ സ്ട്രക്ചറാണ്, രാഷ്ട്രീയ ഘടന. രാഷ്ട്രീയ ഘടന എന്നത് സമൂഹത്തിലോ രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഉള്ള അധികാരത്തിൻ്റെ സംഘടനയെയും വിതരണത്തെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. സർക്കാർ, നിയമങ്ങൾ, നയങ്ങൾ, സാമൂഹിക മാനദണ്ഡങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന അധികാരത്തിൻ്റെ വിനിയോഗത്തെ രൂപപ്പെടുത്തുന്ന വിവിധ സ്ഥാപനങ്ങൾ, പ്രക്രിയകൾ, സംവിധാനങ്ങൾ എന്നിവയാണ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഘടകങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യത്തേത് ഗവൺമെൻറ്. നിയമങ്ങളും നയങ്ങളും നിർമ്മിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ഉത്തരവാദിത്തമുള്ള ഒരു ഔപചാരിക ഘടനകളും സ്ഥാപനങ്ങളുമാണ് ഗവൺമെൻറ്. അടുത്തത് ഭരണഘടനയും നിയമവും. ഒരു സമൂഹത്തിനുള്ളിൽ സർക്കാരിൻ്റെയോ വ്യക്തികളുടെയോ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നിയമചട്ടക്കൂടാണ് ഭരണഘടന. രാഷ്ട്രീയ അധികാരം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു, വിനിയോഗിക്കപ്പെടുന്നു എന്നതിനുള്ള അടിത്തറയാണ് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്തത് പൊളിറ്റിക്കൽ പാർട്ടി. പൊളിറ്റിക്കൽ പാർട്ടി എന്നാൽ തെരഞ്ഞെടുപ്പുകളിലൂടെയും മറ്റ് രാഷ്ട്രീയ പ്രക്രിയകളിലൂടെയും രാഷ്ട്രീയ അധികാരം നേടാനും പ്രയോഗിക്കാനും ശ്രമിക്കുന്ന സംഘടനകളാണ്. വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രമോ നയപരമായ നിലപാടുകളോ അവർ പ്രതിനിധീകരിക്കും. അടുത്തത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളാണ്. താൽപ്പര്യ ഗ്രൂപ്പുകൾ. സമാന താൽപ്പര്യങ്ങളും ലക്ഷ്യങ്ങളുമുള്ള വ്യക്തികളുടെ കൂട്ടായ്മയാണിത്. ലേബർ യൂണിയനുകൾ, ബിസിനസ് അസോസിയേഷനുകൾ അല്ലെങ്കിൽ അഭിഭാഷക സംഘടനകൾ പോലുള്ള പ്രത്യേക ഗ്രൂപ്പുകളുടെയോ മണ്ഡലങ്ങളുടെയോ താൽപ്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടനകളാണ് താൽപ്പര്യ ഗ്രൂപ്പുകൾ. അടുത്തത് സിവിൽ സൊസൈറ്റി. വ്യക്തികൾക്കും സംഘടനകൾക്കും അവരുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുവാനും പൊതുസംവാദത്തിൽ ഏർപ്പെടാനും കഴിയുന്ന ഗവൺമെൻറ്റിനും സ്വകാര്യ മേഖലയ്ക്കും പുറത്തുള്ള ഇടത്തെ സിവിൽ സൊസൈറ്റി എന്ന് സൂചിപ്പിക്കുന്നു. അടുത്തത് മാധ്യമങ്ങൾ. പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിനും രാഷ്ട്രീയ ഫലങ്ങളെ സ്വാധീനിക്കുന്നതിലും മാധ്യമങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നു. പത്രങ്ങൾ, ടെലിവിഷൻ, റേഡിയോ തുടങ്ങിയ പരമ്പരാഗത മാധ്യമ സ്ഥാപനങ്ങളും സോഷ്യൽ മീഡിയയും ഓൺലൈൻ വാർത്താ ഉറവിടങ്ങളും പോലുള്ള പുതിയ മാധ്യമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ചുരുക്കത്തിൽ, ഒരു സമൂഹത്തിനുള്ളിലെ അധികാരത്തിൻ്റെയും വിഭവങ്ങളുടെയും വിതരണത്തെ രൂപപ്പെടുത്തുന്നതിന് രാഷ്ട്രീയ ഘടനയുടെ ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. കൂടാതെ രാഷ്ട്രീയ ഫലങ്ങളിലും വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ക്ഷേമത്തിലും അഗാധമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്നു. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് രാഷ്ട്രീയ ഘടനയുടെ വർഗീകരണമാണ്. രാഷ്ട്രീയ ഘടനയെ ജനാധിപത്യം, സ്വേച്ഛാധിപത്യം, രാജവാഴ്ച, കമ്മ്യൂണിസം എന്നിങ്ങനെ വിവിധതരം രാഷ്ട്രീയ സംവിധാനങ്ങളായി തരംതിരിക്കാം. ആദ്യത്തേത് ജനാധിപത്യം. ഒരു ജനാധിപത്യത്തിൽ അധികാരം ജനങ്ങൾ നേരിട്ടോ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ മുഖേനയാണ് നടക്കുന്നത്. സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ്, സംസാര സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം, നിയമവാഴ്ച എന്നിവയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥയുടെ സവിശേഷത. അടുത്തത്
സ്വേച്ഛാധിപത്യം. ഒരു സ്വേച്ഛാധിപത്യത്തിൽ അധികാരം ഒരു വ്യക്തിയെയോ ഒരു ചെറിയ കൂട്ടമോ ആണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവം, പരിമിതമായ സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകളുടെ അഭാവം എന്നിവയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥയുടെ സവിശേഷത. അടുത്തത് രാജവാഴ്ച. ഒരു രാജവാഴ്ചയിൽ രാജാവായിരിക്കും പരമാധികാരി. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥയുടെ സവിശേഷത ശക്തമായ ഒരു കേന്ദ്ര അധികാരവും ഒരു ശ്രേണിപരമായ സാമൂഹിക ഘടനയുമാണ്. അടുത്തത് കമ്മ്യൂണിസം. ഒരു കമ്മ്യൂണിസ്റ്റ് സമ്പ്രദായത്തിൽ അധികാരം ഭരണകൂടത്തിനാണ്. സ്വത്തിൻ്റെയോ ഉൽപാദന മാർഗങ്ങളുടെയോ സ്വകാര്യ ഉടമസ്ഥത ഇല്ല. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥയുടെ സവിശേഷത കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ് വ്യവസ്ഥയാണ്. സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ എല്ലാ വശങ്ങളും സർക്കാർ നിയന്ത്രിക്കുന്നു. അടുത്തത് രാഷ്ട്രീയ ഘടനയുടെ തലങ്ങളാണ്. ഇതിൽ 3 തലങ്ങളെപ്പറ്റി പറയുന്നുണ്ട്: നാഷണൽ ലെവൽ, ലോക്കൽ ലെവൽ, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്. അതിലാദ്യത്തേതാണ് നാഷണൽ ലെവൽ. ദേശീയ തലത്തിൽ രാഷ്ട്രീയ ഘടനയെ സാധാരണയായി നിർവചിക്കുന്നത് സർക്കാരിൻ്റെ 3 ശാഖകളാണ്: എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി. ലെജിസ്ലേറ്റീവ് നിയമങ്ങൾ നിർമ്മിക്കുകയും എക്സിക്യൂട്ടീവ് അത് നടപ്പിലാക്കുകയും ജുഡീഷ്യറി അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. അടുത്തത് ലോക്കൽ ലെവൽ. പ്രാദേശിക തലത്തിൽ രാഷ്ട്രീയ ഘടനയിൽ സിറ്റി കൗൺസിലുകൾ, മേയർമാർ, പ്രാദേശിക ഭരണാധികാരികൾ എന്നിവർ ഉൾപ്പെടുന്നു. പ്രാദേശിക സേവനങ്ങൾ കാര്യക്ഷമമായും നടപ്പിലാക്കാനും രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രദേശവാസികളുടെ ആവശ്യങ്ങളും താൽപ്പര്യങ്ങളും പ്രതിനിധീകരിക്കുന്നുവെന്ന് ഉറപ്പാക്കാനും ഈ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കും. അടുത്തത് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്. ഔപചാരിക സർക്കാർ സ്ഥാപനങ്ങൾക്ക് പുറമെ രാഷ്ട്രീയ തീരുമാനങ്ങളും നയങ്ങളും രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നിരവധി സർക്കാരിതര സംഘടനകൾ ഉണ്ട്. ഈ സംഘടനകൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളും അഭിഭാഷക സംഘടനകളും മുതൽ ബിസിനസ് അസോസിയേഷനുകളും താൽപ്പര്യ ഗ്രൂപ്പുകളും വരെയാകാം. പൊതുവിദ്യാഭ്യാസ ബോധവൽക്കരണ ക്യാമ്പയിനുകളിൽ ഏർപ്പെട്ടും അവരുടെ ആവശ്യങ്ങൾക്കായി പൊതുജന പിന്തുണ സമാഹരിച്ചും രാഷ്ട്രീയ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ഏജൻസികൾ പലപ്പോഴും പ്രവർത്തിക്കുന്നു. അടുത്ത് നമ്മൾ നോക്കുന്നത് ഈ രാഷ്ട്രീയ ഘടനയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. രാഷ്ട്രീയ ഘടന നിർണ്ണയിക്കുന്നത് ഔപചാരിക സ്ഥാപനങ്ങളും സംഘടനകളും മാത്രമല്ല, സാമൂഹിക മാനദണ്ഡങ്ങൾ, സാംസ്കാരിക വിശ്വാസങ്ങൾ, ചരിത്രപരമായ പൈതൃകങ്ങൾ എന്നിവയാൽ സ്വാധീനിക്കപ്പെടുന്നു. അതുപോലെ ചില സമൂഹങ്ങളിൽ ലിംഗഭേദം, വംശം അല്ലെങ്കിൽ മതം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ചില ഗ്രൂപ്പുകളെ അനുകൂലിക്കുന്ന പരമ്പരാഗത അധികാര ഘടനകൾ ഉണ്ടായിരിക്കാം. അതുപോലെ സാംസ്കാരിക വിശ്വാസങ്ങൾക്കും ചരിത്രപരമായ പൈതൃകങ്ങൾക്കും രാഷ്ട്രീയ ഘടന രൂപപ്പെടുത്താൻ കഴിയും. ഒരു സമൂഹത്തിലുള്ള അധികാരത്തിൻ്റെയും വിഭവങ്ങളുടെയും വിതരണം രൂപപ്പെടുത്തുന്നതിൽ രാഷ്ട്രീയ ഘടന നിർണായക പങ്ക് വഹിക്കുന്നു. രാഷ്ട്രീയ ഘടന രൂപപ്പെടുത്തുന്ന വിവിധ സ്ഥാപനങ്ങൾ, പ്രക്രിയകൾ, സംവിധാനങ്ങൾ എന്നിവ മനസ്സിലാക്കുന്നതിലൂടെ അധികാരം വിതരണം ചെയ്യുന്നതും വിനിയോഗിക്കുന്നതും എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്തതായി നമ്മൾ നോക്കുന്നത് സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് പൊളിറ്റിക്കൽ സ്ട്രക്ചറാണ്. ഇതിലാദ്യം പറയുന്നത് അധികാരം ആർക്കാണെന്നും അത് എങ്ങനെ വിതരണം ചെയ്യുന്നുവെന്നും രാഷ്ട്രീയ ഘടന നിർണ്ണയിക്കുന്നു. അധികാരം വിതരണം ചെയ്യുന്ന രീതി സാമൂഹിക സമത്വത്തിന് സുപ്രധാനമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. കാരണം ആർക്കൊക്കെ വിഭാഗങ്ങളിലേക്കും തീരുമാനങ്ങളിലേക്കും പ്രവേശനമുണ്ടെന്ന് അത് നിർണ്ണയിക്കുന്നുണ്ട്. രണ്ടാമത്, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആർക്കൊക്കെ ശബ്ദമുണ്ട്, രാഷ്ട്രീയ പ്രക്രിയയിൽ ആരെയെല്ലാം പ്രതിനിധീകരിക്കുന്നു എന്നതൊക്കെ നിർണ്ണയിക്കുന്നുണ്ട്. അടുത്തത് പറയുന്നത് രാഷ്ട്രീയ ഘടന നയരൂപീകരണ പ്രക്രിയയെ രൂപപ്പെടുത്തുന്നു. അത് വിഭവങ്ങളുടെ വിഹിതവും പൊതു ചരക്കുകളുടെ സേവനങ്ങളുടെയും വിതരണവും നിർണ്ണയിക്കുന്നു. അടുത്തത്, രാഷ്ട്രീയ ഘടനയ്ക്ക് ഒന്നുകിൽ സാമൂഹിക മാറ്റത്തെ സുഗമമാക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യാം. കൂടുതൽ തുറന്നതും ഉൾക്കൊള്ളുന്നതുമായ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും സാമൂഹിക നീതിയുടെ ഉന്നമനത്തെയും സുഗമമാക്കാൻ കഴിയും. അതേസമയം അടഞ്ഞതും സ്വേച്ഛാധിപത്യപരവുമായവയ്ക്ക് സാമൂഹിക മാറ്റത്തെ തടയാനും അസമത്വം നിലനിർത്താനും കഴിയും. ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 5 ടോപ്പിക്സ് ആണ്: പ്രോപ്പർട്ടി, മാർക്കറ്റ്, പ്രൊഡക്ഷൻ പ്രോസസ്സ്, ഡിസ്ട്രിബ്യൂഷൻ, പൊളിറ്റിക്കൽ സ്ട്രക്ചർ. ഇതിൽ പ്രോപ്പർട്ടീനെ ക്യാരക്ടറിസ്റ്റിക്സും ടൈപ്സും സോഷ്യൽ സിഗ്നിഫിക്കൻസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റിലാണെങ്കിൽ പേഴ്സ്പെക്റ്റീവും സോഷ്യൽ സിഗ്നിഫിക്കൻസും, പ്രൊഡക്ഷൻ പ്രോസസ്സിൽ സോഷ്യൽ സിഗ്നിഫിക്കൻസ്, ഡിസ്ട്രിബ്യൂഷന് സോഷ്യൽ സിഗ്നിഫിക്കൻസും 6 തിയറീസും ഉണ്ട്. പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ കോമ്പോണൻസ്, ക്ലാസിഫിക്കേഷൻ, ലെവൽസ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്, സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്നിവയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ് ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക്